എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അപ്പം ഞാൻ ഉച്ചരിഞ്ഞിട്ട് രാവിലെ ഇതൊക്കെ കഴുകി വെയിലത്തൊക്കെ ഇട്ടു കേട്ടോ. എന്നിട്ടൊക്കെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എടുത്തിട്ട് ഇതൊന്നും കൂടി ഇനി വറക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല കഴുകി അപ്പോൾ ഇതിനൊക്കെ ഒന്ന് വറക്കുകയാണ്. കരിവേപ്പിൻ്റെ പെരുംജീരകം ഒക്കെ ഇട്ടിട്ട് കേട്ടോ. എന്താ പെരുംജീരകം കുറച്ചൊരു ഇടുക മണത്തിന്. നമുക്ക് എത്ര ആവശ്യത്തിനുള്ള ഇടട്ടെ. 2-4 സ്പൂൺ ഇടുന്നുണ്ട്. ഒരു 4 സ്പൂൺ ഒരു മണത്തിനുള്ളത് നല്ലോണം വറക്കട്ടെ. കുറച്ചും കൂടി കരിവേപ്പിൻ്റെ ഇടണം. കരിവേപ്പിൻ്റെ ഇട്ടിട്ട് നല്ലോണം വറുത്ത് മൊരിച്ചെടുക്കും കേട്ടോ. പിന്നെ ഇതാ മുളകും ഉണ്ട് കേട്ടോ. മുളകും ഇതാ വെയിലത്ത് വെച്ച് ഉണക്കി ഇതാ. ഇനിയിപ്പോൾ അതൊന്ന് ചൂടാക്കണം. എന്നിട്ട് അതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കുറച്ച് പൊട്ടിക്കണം. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അസറ് വാങ്ങി കൊടുക്കുന്നതൊക്കെ ഉണക്കി വറുത്ത് വെച്ചാൽ കാക്കടൊക്കെ കൊടുത്താൽ കാക്ക അടിക്കാൻ പോകുമ്പോഴത്തേന് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഇടണം. അപ്പോൾ എന്നിട്ടപ്പോൾ പൊട്ടിച്ചിടുന്നത് കഴിഞ്ഞപ്പോൾ അപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇടണം. അപ്പോൾ ഞാൻ മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ കയ്യിൽ മൊബൈലോട്ടാണ് കേട്ടോ. ഞാൻ ഈ ഒറ്റയ്ക്കൊരു കൈ കൊണ്ട് ഇളക്കുക, ഒരു കൈ കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വറുത്തത് കഴിഞ്ഞാൽ കാക്കടൊക്കെ കൊടുത്തേക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ കഴുകിയിട്ട് ഉണക്കിയിട്ട് വറുക്കുമോ? ഞാൻ എപ്പോഴും ഇനിയിപ്പോൾ കഴുകിയില്ല, മഴക്കാലത്ത് കഴുകിയില്ലെങ്കിൽ നല്ലോണമൊക്കെ ഒന്ന് കയറി പൊറുക്കി എന്നിട്ട് വറുക്കും കേട്ടോ. എന്നാലിപ്പോൾ വറുക്കുന്നതിന് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അത് കുറേ കാലത്ത് നിന്ന് തുടങ്ങിയതാട്ടോ ഈ വറുത്തിട്ട് ഞാൻ ഉപയോഗിക്കല്. മറ്റേ പൊടി വാങ്ങുമ്പോൾ ഒരു സമാധാനമില്ല. അപ്പോൾ ഇത് കഴിയുന്നതിൻ്റെ മുന്നേ ഞാൻ കാക്കാട് പറഞ്ഞ് പൈസ ഉണ്ടെങ്കിലും പറഞ്ഞ് പിടിച്ച് സാധനം വാങ്ങിയിട്ട് ഞാനിങ്ങനെ ചെയ്യും. മുളക് ഇനി ഒന്നുകൂടി ചൂടാക്കണം. ആ ഒന്നും കൂടി വെറുതെ ചട്ടിയിലിട്ടിട്ട് ഒന്നാം ചൂടാക്കിയൊരു സമാധാനം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാട്ടോ. അത് വാർത്തിൻ്റെ മുകളിൽ ഞാൻ കഴുകിയിട്ട് നല്ലൊരു തുണിയിൽ കൊണ്ടുപോയി വിരിച്ചിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം മൊരിഞ്ഞിക്കും. എന്നാലും ഒന്നുകൊണ്ട് ഒരു മണം വരാനാണ് വറുത്ത്. ചിലപ്പോൾ നമ്മൾ അങ്ങനെയാണ് കോരിയിടും. ചിലപ്പോൾ നമ്മൾ എണ്ണയിലൊക്കെ ഇട്ടിട്ട് ചൂടാക്കിയിട്ടാണല്ലോ എടുക്കുക. അപ്പോൾ എന്നാലും ഇതൊരു സമാധാനം ഉണ്ടാവില്ല. കടയിൽ നിന്ന് മല്ലിപ്പൊടി, മുളകും പൊടി, പൊടിക്കുമ്പോൾ എല്ലാതും നമ്മൾ പൊടി തന്നെ വാങ്ങുക. എന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു ചെറുപ്പതി അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ? അപ്പോൾ ഇഷ്ടമാവുക ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. കമൻറ്റ് ആരും ചെയ്യാതിരിക്കരുത് കേട്ടോ. കമൻറ്റൊക്കെ ചെയ്യുന്നുള്ള. പിന്നെ ലൈക്ക് അടിക്കാതെ പോകരുത് മക്കളെ. ലൈക്കൊന്നും ആരും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം നാളെ വേറെ വീഡിയോയിട്ട് വരാം. അതുവരേക്കും അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇടട്ടെ. കുറച്ച് പൊട്ടിച്ചുകൊണ്ടിരണം. അപ്പം അതെട്ടോ മല്ലിപ്പൊടിയൊക്കെ പൊടിച്ച് കൊടുന്നു മക്കളെ. ഒക്കെ പാത്രത്തിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അത് ആ പാത്രത്തിൽ ഇനിയിപ്പോൾ ചൂടാറിയിട്ട് അടച്ചേക്കുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിക്കുള്ളൂ. അപ്പം നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. പെരുംജീരകവും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നല്ല മണമുണ്ട്. പിന്നെ അതാ കുറച്ച് പഴയ മുളകും പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഇത് കൊണ്ട് ഇടുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ പൊടിച്ചിട്ട് ഞങ്ങളിങ്ങനെ തന്നെ കേട്ടോ. ഒന്നും ചെയ്യലേ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ.